വളരെ അതിലാണ് മലയാളിയുടെ ഈ ഒരു പിന്നെ പ്രാദേശികവാദത്തോടും പിന്നെ പ്രാദേശിക സ്വത്വത്തോടും പ്രാദേശികമായ പ്രൈഡിനോടും ഒക്കെയുള്ളൊരു വലിയൊരു കമ്മിറ്റ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു അതൊരു ഇൻബോണായിട്ടുള്ളൊരു വസ്തുതയാണെന്ന് തോന്നുന്നു. ഇൻബോണായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. നമുക്ക് മാത്രം ഉള്ള ഒരു ജൈവികമായിട്ടുള്ള ഒരു സവിശേഷതയെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതാണ് തോന്നുന്നത്. അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മലയാളത്തിലെ ബോംബെയിലെ എഴുത്തുകാരൊക്കെ എഴുതുന്നത് ബോംബെയേക്കാൾ ഉപരി ഇവിടുത്തെ ഇതിപ്പം വിനോദ് ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ അവരൊക്കെ എഴുതുന്നത് ബോംബെയെക്കുറിച്ച് എഴുതുമ്പോഴും അതിനേക്കാൾ ഉപരി അവരുടെ മനസ്സിൻ്റെ ഒരു വലിയ ഒരു ആഭിമുഖ്യം പിന്നെ മലയാള ദേശത്തോടാണ്. മലയാളത്തിലെ കഥകളെ അനുകരിച്ച് എഴുതുക, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ കഥകളുടെ പ്ലോട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മലയാള ദേശം തന്നെ ബോംബെയിൽ നിന്ന് എഴുതുക. അപ്പോൾ ബോംബെയിലെക്കുറിച്ച് എഴുതുമ്പോൾ ആനന്ദൊക്കെയാണ് ആൾക്കൂട്ടം ബോംബെയിൽ ബേസ് ചെയ്ത് എഴുതാൻ ശ്രമിച്ചൊരു രീതിയാണ്. പക്ഷേ അത്തരം രീതികൾ പിന്നെ വളരെയധികം ആളുകൾ ബോംബെയിലെ എഴുത്തുകാർ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ബോംബെയെ റിഫ്ലക്റ്റ് ചെയ്യുക, മലയാള സാഹിത്യത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക, അതിൽ പിന്നെ വലിയ അതിനേക്കാൾ ഉപരി ബോംബെയിലിരുന്ന് നമ്മുടെ നാടിനെ എഴുതുക, അതാണ് ബോംബെയുടെ ഒരു ട്രെൻഡെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ജൈവികമായ സ്വത്വബോധത്തോടുള്ള വലിയ ഒരു ആഭിമുഖ്യം കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉദാഹരണത്തിന് ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നല്ല വിവർത്തകരുണ്ടാകാമായിരുന്നു മറാഠി സാഹിത്യം പഠിച്ചിട്ട്. ഇപ്പോൾ ദാമോദരൻ കാളിയത്തിനെ പോലുള്ള ചില ആളുകൾ മാത്രമേ ഉള്ളൂ മറാഠിയിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനൊരിക്കലും ഓർക്കുന്നു, എൻ്റെ ഓഫീസിൽ തന്നെ ഒരു വലിയ വിവർത്തകൻ ഒരിക്കൽ വന്ന് ഞാനുമായിട്ട് പരിചയപ്പെട്ട് ഓർക്കുന്നു. ഇതിൻ്റെ പന്നലാൽ പട്ടേലിൻ്റെയൊക്കെ കൃതികൾ മലയാളത്തിലേക്ക് വരികയും പിന്നെ മലയാള ഭാഷ പഠിച്ചിട്ട് മലയാളത്തിൽ നിന്ന് കമൽ ജസാബരെ ഞാനൊരിക്കൽ പേഴ്സണലി കണ്ടത്, ഞങ്ങൾ വളരെയധികം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഒരു ഗുജറാത്തിയാണ്, ബോംബെയിലാണ് ജീവിച്ചത്. ബോംബെയിൽ ജീവിച്ചിട്ട് അദ്ദേഹം മലയാളത്തിൽ നിന്ന് മലയാള ഭാഷ പഠിച്ചിട്ട് ധാരാളം കൃതികൾ പിന്നെ ഗുജറാത്തിയിലേക്ക് വിവർത്തനം ചെയ്തു. അതോടൊപ്പം തന്നെ ഗുജറാത്തിയിൽ നിന്ന് ധാരാളം കൃതികൾ മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തു. അപ്പോൾ നമ്മുടെ മലയാളികൾ നിർഭാഗ്യവശാൽ അവിടെ ആളുകൾ മറാഠി ലാംഗ്വേജ് പഠിച്ചിട്ട് മറാഠിയിലെ വലിയ കൃതികൾ ശരൺകുമാർ ലിംബാലെ അല്ലെങ്കിൽ ദയാപവാർ, അപ്പം അങ്ങനെയുള്ള കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടില്ല. മലയാളത്തിലെ കൃതികൾ മറാഠിയിലേക്കും വിവർത്തനം ചെയ്തിട്ടില്ല. ബോംബെയിലെ മലയാളി എഴുത്തുകാർ ഈ വിവർത്തനത്തിലെ രംഗത്ത് തന്നെ ഒരു വലിയ ശ്രദ്ധ ചെലുത്തിയില്ല. അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ആഭിമുഖ്യം, മലയാളി ഭാഷയോട് ഉള്ള ഒരു ആഭിമുഖ്യം, എവിടെയും ഒരു ബ്ലോക്ക് ഉണ്ട്. എനിക്ക് മലയാളം ഇപ്പം നമ്മൾ ഏത് മലയാള സാഹിത്യകാരനെ ബോംബെയിൽ കണ്ടുമുട്ടുമ്പോഴും അയാൾ വായിക്കുന്നത് മലയാള സാഹിത്യകൃതികളായിരിക്കും. എന്നാൽ ഇത്രയും വർഷം 40 വർഷം 50 വർഷം ബോംബെയിൽ ജീവിച്ചിട്ട് ഒരിക്കലും ഒരു മറാഠി ഭാഷ പഠിക്കാനോ അത് മനസ്സിലാക്കാനോ ഉള്ള ഒരു ശ്രമം വലിയ തോതിൽ ആരും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മറാഠി കലകൾ, മറാഠി നാടകങ്ങൾ, മറാഠിയുടെ നൃത്തം, നാടകം, ഇങ്ങനെയുള്ള രംഗകലകൾ വളരെയധികം, പിന്നെ സംഗീതം, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവിധ മേഖലകളിൽ മറാഠിയുടെ സംസ്കാരം വളരെ ശക്തമാണ്. ആ സംസ്കാരത്തെ അതിൻ്റെ ആഴത്തിലും മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ, തങ്ങളുടെ സ്വത്വങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ മലയാളിക്ക് കഴിഞ്ഞിട്ടില്ല. അത് തീർച്ചയായിട്ടും അവരുടെ നഷ്ടം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വിജയ് തെണ്ടുൽക്കറിൻ്റെയൊക്കെ നാടകങ്ങൾ അറിയാമല്ലോ, പിന്നെ അറിയാമല്ലോ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ എന്നെ വായിക്കുക. ഇപ്പോൾ നാടകത്തിൻ്റെ തന്നെ ഒരു മെക്കയാണ് ബോംബെ എന്ന് പറയാം. പിന്നെ ഹാസൻ്റെയൊക്കെ നാടകങ്ങൾ മറാഠി ഭാഷയിലാണല്ലോ. ഇപ്പോൾ ആദ്യത്തെ സ്ത്രീ ആത്മകഥ എഴുതുന്നത് ബഹനാബായി. അപ്പോൾ അവരുടെ ഇന്ത്യൻ ഭാഷയിൽ ആദ്യത്തെ ആത്മകഥ വരുന്നത് മറാഠിയിലാണ്. അപ്പോൾ അങ്ങനെ വളരെ റിച്ചായിട്ടുള്ള ഒരു സാഹിത്യം, റിച്ചായിട്ടുള്ള ഒരു കല, റിച്ചായിട്ടുള്ള ഒരു സംസ്കാരം മറാഠിക്കുണ്ട്. അതിനെ നമ്മൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ സാഹിത്യം ഒത്തിരി പുഷ്ടിപ്പെട്ടു പോയേനെ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സ്വത്വത്തിൻ്റെ ഒരു ക്രൈസിസ് ആകാം എന്നെനിക്ക് തോന്നുന്നു. അമിതമായ നമ്മുടെ സ്വത്വത്തോട് മാത്രമേ. ഇപ്പം ഞാൻ ബോംബെയിൽ ജീവിക്കുമ്പോൾ ഞാൻ മലയാളം മാത്രമേ വായിക്കൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ വായിക്കൂ. അതിന് പകരം ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല, ഒരു ആത്മപരിശോധന ഞാനും നടത്തേണ്ട അത്യാവശ്യമാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടൊരു 30 വർഷം 35 വർഷം മഹാരാഷ്ട്രയിൽ ജീവിച്ചിട്ട് ആ ഭാഷയെ ഏറ്റെടുത്ത് എൻ്റെ ഭാഷയെ പുഷ്ടിപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതൊരു പരാധീനതയാണ്, അല്ലെങ്കിൽ ഒരു ബലഹീനതയാണ്. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്.